നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. 70% അംഗവൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപയും നൽകും. തൃശൂർ പൂരം വെടിക്കെട്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടന്നത്. ഫയർ ലൈനിൽ നിന്ന് 60 മീറ്റർ അകലെ നിന്ന് വെടിക്കെട്ട് കാണുന്നതിനുള്ള സാധ്യതയാണ് യോഗം ചർച്ച ചെയ്തത്. നെല്ലിന്റെ സംഭരണ വില നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൾ കർഷകർ മാർച്ച് നടത്തി. കർഷകർക്ക് ലഭിക്കാനുള്ളത് 10.5 കോടിയിലധികം രൂപ. ചാലക്കുടി കൂടപ്പുഴയിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വ്യാപാരി മരിച്ചു. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ വ്യാപാരി എലിഞ്ഞിപ്ര സ്വദേശി ഫ്രാൻസിസ് ആണ് മരിച്ചത്. ചേലക്കരയിൽ വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര ചീപ്പാറ സിയാദിന്റെ മകൻ അസീം സിയാദാണ് മരിച്ചത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. ചാവക്കാട് തിരുവത്ര പുതിയറയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശികളായ ഇർഷാദ്, ആസിഫ് എന്നിവർക്കാണ് പരിക്ക്. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിനെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. മാർക്കറ്റിൽ അഴുകിയ മത്സ്യം വിൽക്കുന്നതായുള്ള സാമൂഹിക മാധ്യമത്തിൽ വന്ന വിഷയം കൌൺസിലർമാരായ ബിജു സി ബേബി, ബീന രവി എന്നിവരാണ് കൌൺസിലിൽ ഉന്നയിച്ചത്. അഗതിയൂർ കലശമല ഇക്കോ ടൂറിസം പദ്ധതിയുടെ സമീപത്തെ വലിയ പാറകൾ മേഖലയിലെ കോളനി നിവാസികൾക്ക് ഭീഷണിയാകുന്നു. പാറയ്ക്ക് വിള്ളലുകൾ ഉള്ളതിനാൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിവീഴുമെന്ന ആശങ്കയിലാണ് 20ഓളം കുടുംബങ്ങൾ. പറപ്പൂക്കര കൊളത്തൂർ പാടശേഖരത്തിൽ പതിവായി സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്നത് പരിസരവാസികൾക്കും കർഷകർക്കും ദുരിതമായി. ദേശീയപാതയോരത്തുള്ള പാടശേഖരത്തിന്റെ പല ഭാഗങ്ങളിലായാണ് രാത്രികാലങ്ങളിൽ സെപ്റ്റിക് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത്. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് KAP 1ാം ബറ്റാലിയനിലെ തൃപ്പൂണിത്തറ ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ PB ബിജു അർഹനായി. തൃശൂർ ഇരിങ്ങാലക്കുട ആനന്ദപുരം സ്വദേശിയാണ്. ചാവക്കാട് ശക്തമായ കാറ്റിലും മഴയിലും കൂറ്റൻ മാവ് കടപുഴകി വീണു. തിരുവത്ര കോട്ടപ്പുറം നാലകത്ത് ഹനീഫയുടെ വീടിന്റെ മുൻവശത്തുള്ള മാവാണ് കടപുഴകി വീണത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ തിരംഗയാത്ര നടന്നു. കോലഴിയിൽ നിന്ന് ആരംഭിച്ച തിരംഗയാത്രയുടെ ഫ്ളാഗ് ഓഫ് കൈപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് KN വിനയകുമാർ നിർവഹിച്ചു. മറ്റത്തൂർ കൊടുങ്ങയിൽ തെരുവുനായ് ശല്യം രൂക്ഷമാകുന്നു. തെരുവുനായ് ശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ സ്കൂൾ തല പരിപാടി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് LP സ്കൂളിൽ നടന്നു. വടക്കാഞ്ചേരി ടൗൺ ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസസ് ദേവാലയത്തിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. പറപ്പൂക്കര ആലപ്പാട്ട് തെക്കേതല ഫാമിലി ട്രസ്റ്റിന്റെ 18ാം വാർഷിക സമ്മേളനം ശനിയാഴ്ച സംഘടിപ്പിക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന പൊതുസമ്മേളനം മാർ ജോയ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്യും. എറിയാട് കേരളവർമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സെന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കൃഷി വിജ്ഞാൻ കേന്ദ്ര മേധാവി പ്രൊഫസർ ഡോക്ടർ മേരി റെജീന നിർവഹിച്ചു. CMC എഡ്യൂക്കേഷൻ കൌൺസിലർ സിസ്റ്റർ മരിയ ജോസ് അധ്യക്ഷത വഹിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം സ്കൂളിൽ കായിക മത്സരങ്ങൾ നടന്നു. ദീപശിഖ പ്രയാണം സ്കൂൾ മാനേജർ സ്വാമി സദ്ഭവാനന്ദ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കനറ ബാങ്ക് ജീവനക്കാർ കുറുക്കഞ്ചേരി റീജിയണൽ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ബെഫി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PH വിനീത ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഹോളി ഫാമിലി CGHSലെ സ്കൂൾ തല കലോത്സവം ശ്രദ്ധേയമായി. ഗാനരചയിതാവും ചലച്ചിത്ര പിന്നണി ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പ്രവൃത്തികളുടെ 2ാം പാദ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്തു.
സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന ഹർഘർ തിരങ്കയുടെ ഭാഗമായി യുവമോർച്ച ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരങ്കയാത്ര സംഘടിപ്പിച്ചു. കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി AR അജിഘോഷ്, യുവമോർച്ച ഇരിങ്ങാലക്കുട ആളൂർ മണ്ഡലം പ്രസിഡന്റുമാരായ MR രനുത്, രഞ്ജിത്ത് എന്നിവർക്ക് ദേശീയ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. അമല മെഡിക്കൽ കോളേജിന്റെ ഫൗണ്ടേഴ്സ് ഡേ ശനിയാഴ്ച ആഘോഷിക്കും. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ക്രഡായ് തൃശൂരിന്റെ 17ാമത് പ്രോപ്പർട്ടി എക്സ്പോ ഈ മാസം 17, 18 തീയതികളിൽ തൃശൂരിൽ കാസിനോ ഹോട്ടലിൽ സംഘടിപ്പിക്കും. ബജറ്റഡ് ആൻഡ് ലക്ഷറി അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ തുടങ്ങിയ പ്രോജക്ടുകളുമായി വിവിധ ബിൽഡേഴ്സിന്റെ സ്റ്റാളുകൾ എക്സ്പോയിൽ അണിനിരക്കും. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ എടത്തിരുത്തി യൂണിറ്റ് കൺവെൻഷൻ നടത്തി. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ ഗുരു സ്മാരക സമാജം ഹാളിൽ നടന്ന കൺവെൻഷൻ മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. വേലുപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ നാളെ ആഘോഷിക്കും. രാവിലെ 10:30 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികരാകും. കയ്പമംഗലം പഞ്ചായത്ത് 49 നമ്പർ MIC അങ്കണവാടി നവീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി നവീകരിച്ച അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട്ടിലെയും കോഴിക്കോടിലെയും ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ചെമ്മാപ്പിള്ളി ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ച തുക കൈമാറി. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികൾക്ക് തുക കൈമാറി. SNBS, SNDP മുകുന്ദപുരം യൂണിയൻ തുടങ്ങി വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഈ മാസം 20-ന് ഇരിങ്ങാലക്കുടയിൽ ജയന്തി ആഘോഷം സംഘടിപ്പിക്കും. പൊതുസമ്മേളനം ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയായ ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ കുടുംബസംഗമം ഈ മാസം 19-ന് തൃശൂരിൽ നടക്കും. കുടുംബസംഗമം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. ഷൺമുഖം കനാലിന് കുറുകെ ഇരിങ്ങാലക്കുട നഗരസഭയെയും പൂമംഗലം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കളത്തുംപടി പാലം പുനർനിർമ്മിക്കുന്നു. അപകടാവസ്ഥയിലായ നിലവിലെ പാലം പൊളിച്ചുമാറ്റി അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. വയനാട് പുനരധിവാസത്തിലേക്കായി മുല്ലശ്ശേരി പഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ സ്വരൂപിച്ച തുക കൈമാറി. 1,60,000 രൂപയുടെ ആദ്യ ഗഡുവാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ 50,031 രൂപ നൽകി. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കന് തുക കൈമാറി. പാവറട്ടി ലയൺസ് ക്ലബിന്റെ സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായി നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ പദ്ധതി ആരംഭിച്ചു. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റീന ജേക്കബ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അപകട ഭീഷണി ഉയർത്തിയ തണൽ മരങ്ങൾ മുറിച്ചുമാറ്റി. ലോക പരിസ്ഥിതി ദിനത്തിൽ വിദ്യാർത്ഥികൾ വച്ചുപിടിപ്പിച്ച മദിരാശി മരങ്ങളാണ് മുറിച്ചു നീക്കിയത്. ആളൂർ സെന്റ് ജോസഫ് LP സ്കൂളിൽ തിരങ്ക റാലി സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക TL റീന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് BJP മണലൂർ നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച വിമുക്ത ഭടൻ മനോജ് കുമാർ നായക് മണലൂർ മണ്ഡലം യുവമോർച്ച പ്രസിഡന്റ് അഖിൽ ദാസിന് പതാക കൈമാറി ബൈക്ക് റാലി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പരിശോധന നടത്തി. തൃശൂർ പൂരം വെടിക്കെട്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. ചൂണ്ടൽ മഴുവഞ്ചേരി റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ രാപ്പകൽ സമരം സമാപിച്ചു. മുൻ MLA PA മാധവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുമരനെല്ലൂർ ശ്രീ കറുവണ്ണ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം ഇല്ലം നിറ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി അനൂപ് കുട്ടഞ്ചേരി, കീഴ്ശാന്തി വിഷ്ണു അരുണൻ വാര്യർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ചേലക്കര ഉതുവടി പള്ളിക്കു സമീപം ആൾക്കൂട്ടം ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശി നെല്ലിപ്പറമ്പിൽ അനീഷിനെയാണ് മർദ്ദിച്ചത്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.